പാകിസ്ഥാനെതിരെ ഇന്ത്യൻ വ്യോമസേന പ്രിസിഷൻ ഗൈഡഡ് അമ്യൂണിഷൻസ് ഉപയോഗിച്ച് എത്ര വലിയ ഡാമേജസ് ഉണ്ടാക്കി എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെ പുറം ലോകം അറിഞ്ഞതാണ്. ഇതിൽ പാകിസ്ഥാൻ എയർബേസസിനെ ആക്രമിച്ചത് പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് വൻ തിരിച്ചടി തന്നെ നൽകിയിരുന്നു. അപ്പോൾ ഇത്രയധികം പ്രിസിഷൻ ഗൈഡഡ് അമ്യൂണിഷൻസ് ഇന്ത്യയുടെ പക്കലുള്ളൊരു സമയത്ത് ഇത് ഞങ്ങൾക്ക് തികയില്ല, വീണ്ടും വളരെയധികം സാങ്കേതികമായി മെച്ചപ്പെട്ട മിസൈൽസ് ഞങ്ങൾക്ക് വേണമെന്ന് IAF ഒരു അഭ്യർത്ഥന നടത്തുകയും അതിനുള്ള ഓർഡേഴ്സ് ചോദിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള ആയുധങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് IAF റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 2 തരത്തിലുള്ള ആയുധങ്ങളും ഇസ്രായേൽ നിർമ്മിച്ചതാണ്. ഇസ്രായേൽ നിർമ്മിച്ച് തെളിയിക്കപ്പെട്ട ഒരു മിസൈൽ സംവിധാനം എന്ന് പറയാം. അത് ഏത് മിസൈലാണ്, ഏത് കാറ്റഗറിയിലാണ് ഇന്ത്യ ചോദിച്ചത്, അതിൻ്റെ ടെക്നോളജിക്കൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഓപ്പറേഷൻ സിന്ധൂർ 1994 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി തന്നെ മാറി. 2 വശവും ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും ന്യൂക്ലിയർ ആംഡ് കൺട്രീസ് ആണ്. അവരുടെ പക്കൽ അണുവായുധങ്ങളുണ്ട്. അണുവായുധങ്ങൾ കൈവശമുള്ള 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധമുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ അതൊരു ന്യൂക്ലിയർ വാറിൽ ചെന്ന് അവസാനിക്കുമോ എന്നുള്ളതായിരുന്നു പലരുടെയും ഒരു ആശങ്ക. പക്ഷേ ഇവിടെ 2 വിഭാഗവും ആരംഭം മുതൽ പറഞ്ഞത് ഒരേ ഒരു കാര്യം: ഇന്ത്യ ആദ്യമായി ടെററിസ്റ്റ് ക്യാമ്പിനെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ ലിമിറ്റഡ് സ്ട്രൈക്ക് മാത്രമാണ് ചെയ്തത്, പ്രിസിഷൻ സ്ട്രൈക്ക് മാത്രം. നിങ്ങളുടെ മിലിറ്ററി ബേസിസിനെയോ നിങ്ങളുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെയോ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ എസ്കലേഷൻസും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ മണ്ണിൻ്റെ ഉള്ളിൽ വന്ന് നിങ്ങളുടെ തീവ്രവാദികൾ ചില പ്രശ്നങ്ങൾ ചെയ്തു, അതിന് പ്രതികാരം മാത്രമാണ് ഇതെന്നും പറഞ്ഞു. പക്ഷെ പാകിസ്ഥാന് അതൊരു വലിയ നാണക്കേടായി മാറി. പാകിസ്ഥാന്റെ എയർ സ്പേസിനുള്ളിൽ ഇന്ത്യയുടെ മിസൈലുകൾ പ്രവേശിച്ചൊരു ആക്രമണം നടത്തി. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങൾ, 100 കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിൽ പോലും ഇങ്ങനൊരു മിസൈൽ വന്ന് ആക്രമിച്ചു എന്നുള്ളത് പാകിസ്ഥാന് വലിയൊരു നാണക്കേടായി മാറുകയും ഒരു പ്രതികാരമായി ഓപ്പറേഷൻ പനീർ മെൻസൻ ലോഞ്ച് ചെയ്യുകയും ഇന്ത്യയുടെ പൊസിഷൻസിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ അവർക്ക് വലിയ വിജയമൊന്നും ലഭിച്ചില്ല. ഇതിൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ്സ് നഷ്ടമായി. ഇങ്ങനെ നമുക്കിതിലുണ്ടായ പ്രശ്നങ്ങളെക്കാൾ പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടം വളരെ അധികമാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ ഒരു ന്യായീകരണം എന്താണെന്ന് ലളിതമായി പറയാം. നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് അല്ല, 2 അല്ല, ഒരു 10 അല്ലെങ്കിൽ 100 എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടാൽ പോലും അതൊരു വലിയ നഷ്ടമേ അല്ല നമുക്ക്. അത് സാമ്പത്തികമായി ഒരു പണത്തിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു വലിയ നഷ്ടമുണ്ടാക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ സൈഡിലുള്ള എല്ലാ വ്യക്തികളും സേഫാണ്, മനുഷ്യരെല്ലാം സേഫാണ്. പക്ഷേ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെ ആക്രമിച്ചത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറി. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക. പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറി. ഇന്ത്യ അവരുടെ എയർബേസസിനെ ആക്രമിച്ചു. പക്ഷെ അത് വീണ്ടും വർദ്ധിച്ചിരുന്നെങ്കിൽ, ആദ്യം ഓരോ സ്ഥലങ്ങളിലും 2-3 മിസൈൽ അയച്ചിട്ടുണ്ട്. ഈ 3 മിസൈൽ അയച്ച സ്ഥാനത്ത് ഒരു 10 മിസൈൽ അയച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ആയിട്ടുണ്ടാകും. പക്ഷേ ടേക്ക് ഓഫ് ആയ വിമാനങ്ങൾക്ക് തിരികെ ഇറങ്ങാൻ അവിടെ യാതൊരു സൗകര്യം ഉണ്ടാകുമായിരുന്നില്ല. അതായത് ഈ ടേക്ക് ഓഫ് ആയ വിമാനങ്ങളിൽ നിന്നും ഇന്ത്യയെ നോക്കി PL-15 മിസൈൽസ് ഫയർ ചെയ്തിട്ടുണ്ടാകും. അത് ഇന്ത്യയുടെ വിമാനങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ടാകും. എന്നാൽ ടേക്ക് ഓഫ് ആയ വിമാനങ്ങൾ താഴെ ഇറങ്ങണമല്ലോ. അങ്ങനെ ഇറങ്ങുന്നതിന് ഒരേ ഒരു റൺവേ പോലും പാകിസ്ഥാന്റെ എയർബേസസിൽ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. പൂർണ്ണമായും PFA, പാകിസ്ഥാന്റെ എയർഫോഴ്സ് തന്നെ അവിടെ തകർന്നേനെ. അത്രത്തോളം ഒരു സ്ട്രൈക്ക് നമ്മൾ ചെയ്യുമായിരുന്നു. ഇതിൽ ഒരുപാട് മിസൈൽസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. പ്രധാനമായും നമ്മൾ പറയേണ്ടത് റാംപേജ് മിസൈൽസ് ആണ്. ഇത് ഇസ്രായേൽ നിർമ്മിച്ച മിസൈലാണ്. ഇപ്പോൾ ഇതിനൊരു കാരണമായി കാണിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ആയുധത്തിന്റെ സക്സസ് റേഷ്യോ കണ്ട IAF 2 റിക്വസ്റ്റ് നടത്തി. ഒന്നാമത്തേത് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ചിരിക്കുന്ന വിങ് ഡീമൺ എന്നൊരു മിസൈലും, മറ്റൊന്ന് റഫേൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ചിട്ടുള്ള ഐസ് ബ്രേക്കർ മിസൈലും ഇവിടെ IAF-ൽ ചേർക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചില സാധ്യമായ സാഹചര്യങ്ങളും പര്യവേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ 2 മിസൈലിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ 2 വ്യത്യസ്ത കാറ്റഗറിയുള്ള മിസൈലാണ്. ആദ്യത്തേത് ഒരു മിസൈലായും പ്രവർത്തിക്കും, അതുപോലെ ഒരു ലോയിറ്ററിംഗ് അമ്യൂണിഷൻ കാറ്റഗറിയിലും അതിനെ കൊണ്ട് വർക്കാക്കാൻ കഴിയും. രണ്ടാമതുള്ളത് റഫേൽ ഇൻഡസ്ട്രീസ്. ഈ റഫേൽ എന്ന് പറയുമ്പോൾ ഫ്രാൻസ് കമ്പനിയല്ല. ഇവിടെയുള്ള ഈ റഫേൽ ഇൻഡസ്ട്രീസ് എന്നത് ഇസ്രായേലിന്റെ ഒരു കമ്പനിയാണ്, ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി. അവർ നിർമ്മിച്ച ഈ ഒരു ഐസ് ബ്രേക്കർ എന്നത് മാസീവ് പെനട്രേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ വിങ് ഡീമോനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതൊരു ഗൈഡഡ് റോക്കറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ഒരു ഗൈഡഡ് മിസൈൽ കാറ്റഗറിയിലും ഇത് വരും. കാരണം പല സവിശേഷതകൾ ഇതിനുണ്ട്.
ഇതിൽ ഹെലികോപ്റ്റേഴ്സിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും, LC പോലുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയും. ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് കാറ്റഗറിയിലെ വിമാനങ്ങളിൽ നിന്നും ഈ ഒരു മിസൈൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ പരമാവധി റേഞ്ച് 220 കിലോമീറ്ററിലും അധികമാണ്. ഇതിലെ ചില ടെക്നിക്കൽ ഫംഗ്ഷൻസ് ഇതിനെ ടാർഗറ്റഡ് സ്ട്രൈക്കിന് വേണ്ടി ഉപയോഗിക്കാം. കൃത്യമായി പറഞ്ഞാൽ വിമാനങ്ങൾ നിർത്തിവച്ചിരിക്കുന്ന ഹാങ്ങറിനെ ആക്രമിക്കുന്നതിന് ഇത് വളരെ നല്ലൊരു വെപ്പണാണ്. അങ്ങനെ ഇതിൽ എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് അറിയണം. അല്ലെങ്കിൽ മിസൈലിന്റെ റേഞ്ച് ഇത്രത്തോളം അധികമാണല്ലോ. എന്നാൽ ഇതിൽ ഒരു നെഗറ്റീവ് പോയിന്റുമുണ്ട്. ഇതിന്റെ വാർഹെഡ് ഭാരം കുറവാണ്. വാർഹെഡ് വെയിറ്റ് മിനിമം 12 കിലോ, മാക്സിമം 20 കിലോ വരെയാണുള്ളത്. മുഴുവൻ മിസൈലിന്റെ ഭാരം തന്നെ 200 കിലോഗ്രാം ആണ്. അപ്പോൾ വാർഹെഡിന്റെ ഭാരം കുറവായിരുന്നിട്ടും ഇതെന്തുകൊണ്ട് ഇത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് ചോദിച്ചാൽ, ഒരു കണ്ടസ്റ്റഡ് എൻവയോൺമെന്റ് ഉണ്ടെന്ന് ചിന്തിക്കുക. അതായത് GPS അവിടെ ഡിനൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഏതൊരു ആശയവിനിമയ ഉപകരണവും പ്രവർത്തിക്കില്ല. അകത്തേക്ക് വന്ന മിസൈൽസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശത്രുക്കൾ ഇങ്ങനെയുള്ള അപ്രോച്ച് ആ സ്ഥലത്ത് കൊണ്ടുവരും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നും ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുകയാണ്. എൻ്റെ ടാർഗറ്റ് വർക്കലയാണ്. ഈ ഒരു വർക്കലയിൽ ചെന്ന് മിസൈൽ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സോണിനെ ആക്സസ് ചെയ്ത് വേണം വർക്കലയെ നോക്കി പോകാൻ. എന്നാൽ വർക്കലയിലുള്ള വ്യക്തികൾ അവിടെ GPS പൂർണ്ണമായും കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഏതൊരു കമ്മ്യൂണിക്കേഷനും ലഭിച്ചില്ലെങ്കിൽ ഞാൻ അയക്കുന്ന മിസൈൽ ഒന്നുകിൽ ആറ്റിങ്ങലിന് മുൻപ് തന്നെ വന്ന് വീഴും, ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ വഴി. അല്ലെങ്കിൽ വർക്കലയിൽ പോകുന്നതിന് പകരം മറ്റെവിടെയെങ്കിലും ചെന്ന് മറ്റേതെങ്കിലും ടാർഗറ്റിനെ ആക്രമിച്ച് അത് വീഴും. അപ്പോൾ എൻ്റെ മിഷൻ അവിടെ ഫെയിൽ ആകും. പക്ഷേ ഈ ഒരു മിസൈലിനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇതിൽ ടെറൈൻ മാപ്പിംഗ് എന്ന ഒരു ഫീച്ചർ ഉണ്ട്. എല്ലാ മിസൈലിലും ഉണ്ടാകും, അത് ഈ മിസൈലിലും ഉണ്ട്. എന്നാൽ ഇതിലെ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഫീച്ചർ, ഇമേജ് മാപ്പിംഗ് എന്ന ഫീച്ചറുമായി ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് കൃത്യത അവിടെ വളരെ കൂടുതലായിരിക്കും. അതായത് ഇമേജ് മാപ്പിംഗ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകം ആ ടാർഗറ്റിന്റെ ഇമേജ് മിസൈലിന് ഫീഡ് ചെയ്യും. അങ്ങനെ ഫീഡ് ചെയ്തതിന് ശേഷം അത് ആ ടാർഗറ്റിനെ റീച്ച് ചെയ്യുന്നതിന് ചില മിനിറ്റുകൾക്ക് മുൻപ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യും. വിഷ്വൽ ഡിസ്റ്റൻസിൽ വിഷ്വൽ കൺഫർമേഷൻ ഉള്ളപ്പോൾ തന്നെ ഈ ടാർഗറ്റ് തന്നെയാണോ എന്നുള്ളത് ഒന്നുകൂടെ കൺഫേം ചെയ്യും. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും സംഭവിക്കും. ഒരുപക്ഷെ മിസൈൽ മിസ്ഫയർ ആകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു ടാർഗറ്റിന്റെ ആ പഴയ ഇൻഫ്രാറെഡ് സിഗ്നേച്ചേഴ്സ് എടുക്കും. ആ ഇൻഫ്രാറെഡ് സിഗ്നേച്ചേഴ്സിനെ ഇപ്പോഴുള്ള ലൈവ് ഫൂട്ടേജുമായി കമ്പയർ ചെയ്ത് രണ്ടും ഒന്നോടൊന്ന് മാച്ച് ആവുകയാണെങ്കിൽ അവിടെ ആക്രമിക്കും. ഇനി അവിടെ GPS ഡിനൈഡ് സോൺ ആണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ GPS അവിടെ പൂർണ്ണമായി ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ഈ ഒരു മിസൈലിനെ കൊണ്ട് ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വർക്കലയിലുള്ള ആ ഒരു വ്യക്തികൾ ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഉപയോഗിച്ചാലും ഈ ഒരു മിസൈലിൽ നിന്നും രക്ഷപ്പെടാനേ സാധിക്കില്ല. മിസൈലിനെ ആരെ കൊണ്ടും തടയാനും സാധിക്കില്ല. അടുത്തത്, ഈ മിസൈലിന്റെ ഫാസ്റ്റ് ആണ്. ഇതിന്റെ വേഗത ആവശ്യത്തിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഫാസ്റ്റ് സ്ലോ ഫാസ്റ്റ് കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഈ മിസൈൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ മാപ്പിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് അത് ലൈവ് ഫൂട്ടേജ് എടുക്കും. FPV പോലെ തന്നെ അതിന്റെ ലൈവ് ഫൂട്ടേജ് ഇതിന്റെ ഓപ്പറേറ്റർക്കോ അല്ലെങ്കിൽ ഇതിന്റെ കമാൻഡ് യൂണിറ്റിനോ ഷെയർ ചെയ്യും. ആ ഫൂട്ടേജിന് അനുസരിച്ചതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് ഒരു ഡ്രോണിനെ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ ഇൻ പേഴ്സൺ കൺട്രോൾ വഴി ഈ ഒരു മിസൈലിനെ നമ്മെ കൊണ്ട് ദിശ മാറ്റാൻ സാധിക്കും. ഏകദേശം ഒരു ഡ്രോൺ ഫീച്ചറുള്ള മിസൈലാണിതെന്നും പറയാം. അതുപോലെ ഒരു നിശ്ചിത സമയം വരെയും അതിനെ കൊണ്ട് എയർബോൺ ആയിരിക്കാൻ കഴിയും. അതിൻ്റെ ഫ്യൂൽ അവസാനിക്കുന്നത് വരെയും എയർബോൺ ആയിരിക്കുകയും പിന്നീട് ലക്ഷ്യത്തിലെത്തി അതിനെ നിർവീര്യമാക്കാനും സാധിക്കും. ഇത്രയേറെ സവിശേഷതകൾ ഈ ഒരു മിസൈലിനുണ്ട്. പക്ഷേ ഇതിൻ്റെ വാർഹെഡിൻ്റെ ഭാരം കുറവുള്ളത് ചില മിഷൻസിൽ മാത്രം ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഹാർഡൻ ഷെൽട്ടറിനെ ആക്രമിക്കണം, തകർക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ മിസൈലിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ ചെയ്തല്ലോ. വെറും 2 കിലോ വാർഹെഡ് ഉള്ള FPV ഡ്രോൺസ് ഉപയോഗിച്ച് റഷ്യയുടെ ബില്യൺ വാല്യൂ വരുന്ന എയർക്രാഫ്റ്റ്സിനെയൊക്കെ ആക്രമിച്ചത്. അതുപോലെ ഒരു എയർബേസിന് എതിരെ, പാർക്ക് ചെയ്ത എയർക്രാഫ്റ്റ്സിനെതിരെ ഒരു ആക്രമണം നടത്തണം, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിലുള്ള എയർക്രാഫ്റ്റ്സിനെതിരെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഈ ഒരു മിസൈൽ അയച്ചാൽ അവിടെ ഒരേ ഒരു എയർക്രാഫ്റ്റ് പോലും പിന്നെ ബാക്കി ഉണ്ടാവുകയില്ല. അത്രത്തോളം ഈ ഒരു മിസൈലിൻ്റെ ആക്യുറസി അധികമാണ്. ഇത് ആദ്യത്തെ മിസൈൽ. അടുത്ത രണ്ടാമത്തെ മിസൈൽ, ഇത് റഫേൽ കമ്പനി നിർമ്മിച്ച ഐസ് ബ്രേക്കർ എന്ന മിസൈലാണ്. ഇതിൻ്റെ സീ ലോഞ്ച്ഡ് വേർഷനെ സീ ബ്രേക്കർ എന്നും പറയും. ഇതിൽ എയർ ലോഞ്ച്ഡ് വേർഷൻ ഉണ്ട്, ലാൻഡ് ബേസിലെ ലോഞ്ചേഴ്സിൽ നിന്നും അയക്കുന്ന വേരിയന്റ് ഉണ്ട്, കപ്പലുകളിൽ നിന്നും അയക്കുന്ന, പ്രത്യേക ചില ബോട്ടുകളിൽ നിന്നും, ഡെസ്ട്രോയർ മിസൈൽ ബോട്ട്സിൽ നിന്നുമൊക്കെ അയക്കുന്ന രീതിയിലുള്ള വേരിയൻസും ഉണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ ആ ഒരു മിസൈൽ അതിൻ്റെ വാർഹെഡ് വെയിറ്റ് കുറവാണ്. അതുപോലെ ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും അതിനെ ലോഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനുമുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഇതിൻ്റെ വാർഹെഡ് വെയിറ്റ് 85 കിലോയിലും അധികമാണ്. അതായത് എക്സ്റ്റെൻഡഡ് റേഞ്ച് വേരിയന്റിൽ 80 കിലോയിലും അധികമുണ്ട്. നോർമൽ വേരിയന്റിൽ 50 മുതൽ 60 കിലോ വാർഹെഡ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഈ മിസൈൽ ഒരു വലിയ മിസൈൽ കാറ്റഗറിയിൽ വരും. ഏകദേശം 400 കിലോഗ്രാം വരെയും ഭാരമുള്ള ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിലാണ് ഇത് വരിക. ഇത് ലാൻഡ് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കാം, ആന്റിഷിപ്പ് മിസൈലായി ഉപയോഗിക്കാൻ സാധിക്കും, ബങ്കർ ബസ്റ്റർ ബോംബായും ഉപയോഗിക്കാൻ കഴിയും. ഈ ബങ്കർ ബസ്റ്റർ ബോംബ്സ് എന്ന് പറയുമ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ടാർഗറ്റ്സിനെതിരെ നിരവധി തവണ ഇസ്രായേലി മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേൽ എവിടെയെല്ലാം ലക്ഷ്യം വെച്ചു എന്നറിയണ്ടേ? സാധാരണ നമ്മൾ ഒരു മിസൈലിനെ ഒരു ബിൽഡിങ്ങിനെ ലക്ഷ്യം വെച്ച് അയച്ചാൽ അത് ആ ബിൽഡിങ്ങിൽ ചെന്ന് വീണാൽ പൂർണ്ണമായും കെട്ടിടം നശിക്കും. ചില സമയങ്ങളിൽ ഈ ഒരു മിസൈലിനെ പ്രിസിഷൻ സ്ട്രൈക്ക് ടാർഗറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കും. അതിനാണ് ഇതിൽ ലേസർ ഗൈഡഡ് സിസ്റ്റം ഉള്ളത്. ഒരുപക്ഷെ ഈ ഒരു മിസൈൽ സൈഡ് വേർഡ്സിൽ ചെന്ന് ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക പൊസിഷന് മുകളിലുള്ളവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ഒരു മിസൈലിന്റെ പാത്ത് കറക്ഷൻ ചെയ്യുന്നതിലൂടെ, ലേസർ ബേസ്ഡ് ഗൈഡൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ഏത് ഫ്ലോറിൽ ചെന്ന് ആക്രമിക്കണം, ഏത് ഫ്ലോറിൽ ചെന്ന് പൊട്ടിത്തെറിക്കണം എന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വയ്ക്കാം. അതിനനുസരിച്ചതുപോലെ ഫ്ലൈറ്റ് പാറ്റേൺ മാറ്റുകയും നേരിട്ട് ചെന്ന് ആ ഒരു ഫ്ലോറിൽ വീണ് പൊട്ടിത്തെറിക്കും. പിന്നീട് താഴെ പെനട്രേറ്റ് ചെയ്ത് പോവുകയും പൂർണ്ണമായും ആ സ്ട്രക്ചറിനെ തന്നെ നശിപ്പിക്കും. ഇങ്ങനെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ലൈവായി ലബനനിൽ ചെയ്ത ഒരു സ്ട്രൈക്കാണ് ഈ ഒരു മിസൈലിനെ ആ കാറ്റഗറിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇതിനെ കൊണ്ട് എയർഫീൽഡിനുള്ളിൽ ചെന്ന് എയർബേസിനുള്ളിൽ പോവുകയാണെങ്കിൽ ഹെവിയസ്റ്റ് ഹാങ്ങറിനടിയിലുള്ള വിമാനങ്ങളെ പോലും നശിപ്പിക്കാൻ കഴിയും. അതായത് ഒരു 120-140 സെന്റിമീറ്റർ കോൺക്രീറ്റ്, 2 അടി കട്ടിയുള്ള കോൺക്രീറ്റിനെ പോലും തകർത്തുകൊണ്ട് അകത്തുള്ള എയർക്രാഫ്റ്റിനെ ഡാമേജ് വരുത്താൻ സാധിക്കും, പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷനിലും ഈ ഒരു മിസൈലിന് പ്രവർത്തിക്കാൻ കഴിയും. ഇതിന്റെ റേഞ്ച് 280 കിലോമീറ്ററിലും അധികമാണ്. അപ്പോൾ ഈ 2 പ്രിസിഷൻ ഗൈഡ് അമ്യുനേഷൻസും IAF വാങ്ങാനുള്ള തീരുമാനത്തിലാണുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവ രണ്ടിനും വ്യത്യസ്ത ദൗത്യ റോളുകളാണുള്ളത്. ആദ്യത്തേത് വളരെ വില കുറവാണ്, എന്നാൽ അതിനെക്കൊണ്ട് പല $ബില്യൺ നഷ്ടം വരുത്തി വയ്ക്കാൻ സാധിക്കും എയർക്രാഫ്റ്റിനെ യൂട്ടിലൈസ് ചെയ്താൽ. രണ്ടാമത്തേത് സ്കാൽപ് പോലെ, സ്റ്റാംഷോഡോ പോലെ അല്ലെങ്കിൽ മറ്റ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബ്രഹ്മോസ് പോലെ തന്നെ ഇതിനെ ആന്റിഷിപ്പ് മിസൈൽസായി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവ രണ്ടും IAFനെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽസ് നമ്മൾ വാങ്ങില്ല എന്നുള്ളതൊക്കെ അടുത്ത ഘട്ടം. പക്ഷേ ഇതുപോലെ തന്നെ ഇതേ വേരിയന്റിൽ നമുക്ക് ആഭ്യന്തരമായി നിർമ്മിക്കുന്ന മിസൈൽസ് ഉണ്ട്. അതിൻ്റെ പവേഴ്സ് എന്താണെന്നുള്ളതും ഓപ്പറേഷൻ സിന്ധൂറിൽ കണ്ടു. അപ്പോൾ ഇവ വാങ്ങുന്നത് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഇൻഡിജിനസ് പ്രോസസ്സിൽ വീണ്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു മുൻകൈ തന്നെ നൽകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഈ മിസൈൽസ് വാങ്ങിയാലും അത് നമുക്ക് ലഭിക്കാൻ 1 വർഷമെങ്കിലും എടുക്കും, പൂർണ്ണമായും പാക്കേജോടുകൂടി. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. ആദ്യ മിസൈൽ വില കുറവാണ്, രണ്ടാമത്തേത് നമ്മൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫെസിലിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു മിസൈൽ വാങ്ങുന്ന വിലയ്ക്ക് നമുക്കിവിടെ 3 മിസൈൽ നിർമ്മിക്കാൻ സാധിക്കും. ഈ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.